നമസ്കാരം. തെരഞ്ഞെടുപ്പുകളിൽ സെറ്റ് ചെയ്യുന്ന അജണ്ടകൾ വളരെ നിർണായകമാണ്. ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ആണ് അജണ്ട സെറ്റ് ചെയ്യാൻ എളുപ്പം. അങ്ങനെ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അജണ്ട സെറ്റിംഗ് നടന്നത്. അത് കൃത്യമായി വികസന വിഷയമായിരുന്നു. ക്ഷേമ പദ്ധതികൾ, ക്ഷേമ പെൻഷനുകൾ, അതിൻ്റെ ഒരു ആഘോഷം തന്നെ, അതിൻ്റെ വലിയ പ്രഖ്യാപനങ്ങളും അതേ തുടർന്നുണ്ടായിരുന്ന ഹൈപ്പും തന്നെയാണ് ഒരു വിഷയമായി LDF ഉദ്ദേശിച്ചത്. അത് പോസിറ്റീവാണ്. അതേസമയം യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയതോ സ്ത്രീ വിഷയം മുഖ്യമായി CPM ആയുധമാക്കിയത്. ക്ഷേമ പദ്ധതികൾ ഓട്ടോമാറ്റിക്കായി ജനം കണ്ടറിഞ്ഞ് വോട്ട് ചെയ്തുകൊള്ളും. അതേക്കുറിച്ച് ചില ചർച്ചകളിലൊക്കെ ഘോരം സംസാരിക്കും. ചില പ്രോഗ്രസ് റിപ്പോർട്ടുകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് വലിയ ചർച്ചകൾ നടത്തും. പക്ഷേ ഏറ്റവും അധികം വൈകാരികമായി വോട്ടർമാരുടെ ഹൃദയത്തെ സ്വാധീനിക്കാനായി ആളിക്കത്തിച്ചത് സ്ത്രീ വിഷയമാണ്. ഇവിടെ നൽകപ്പെട്ട CPM-ഉം LDF-ഉം കേരള ജനതയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൽകിയ സന്ദേശം എന്താണ്? കേരളത്തിലെ കോൺഗ്രസ്സുകാരെല്ലാം പിഴച്ചു പോയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ടിപ്പിക്കൽ സാമ്പിളാണ്. ഇതാണ് അടിസ്ഥാനപരമായ വിഷയം. വലിയ സ്ത്രീ പീഡകരുടെ സംഘമാണിത്. ആ സ്ത്രീ പീഡകരെ ന്യായീകരിക്കുന്ന പാർട്ടി നേതൃത്വം അവരെ ഒരു പാഠം പഠിപ്പിക്കണം. നോക്കൂ, ഇനി ഞാനൊരു മനഃശാസ്ത്രപരമായ സമീപനം പറയട്ടെ. പ്രതിപക്ഷത്തിരിക്കുന്ന ആരെക്കുറിച്ച് എന്താരോപണമുണ്ടെങ്കിലും ജനം അത് ഏതുതരം ആരോപണമാണെങ്കിലും, സ്ത്രീ വിഷയമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ജനം അത് കേൾക്കും. ഒരു പുഞ്ചിരിയോടെ ജനം കേൾക്കും. ഇക്കിളിപ്പെടുത്തുന്ന പല കാര്യങ്ങളും ജനം കേൾക്കും. ചാനലുകളാണെങ്കിൽ അത് തുറന്നു വെച്ചാൽ മുഴുവൻ ചർച്ചകൾ ഇതാണ്. കവല യോഗങ്ങളിൽ, രാഷ്ട്രീയ യോഗങ്ങളിൽ, വിശദീകരണ യോഗങ്ങളിൽ എല്ലാം കേൾക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. എത്ര പ്രാവശ്യം പറയും ഒരേ കാര്യം തിരിച്ചും മറിച്ചും? എത്ര പ്രാവശ്യം പറയും? എത്ര ആഴ്ച പറയും? ഇതിനൊക്കെ ഒരു മടുപ്പുണ്ടാവില്ലേ? കാതലായ വിഷയങ്ങൾ ഇവിടെ ജനം ബുദ്ധിപരമായി ചോദ്യങ്ങൾ ചോദിക്കുന്നു. ജനം ചോദിക്കും, എവിടെ കാര്യമായ വിഷയങ്ങൾ, അടിസ്ഥാന വിഷയങ്ങൾ എവിടെ? LDF നൽകി എന്ന് പറയുന്നു. പക്ഷേ ചില ചോദ്യങ്ങൾ ജനം ചോദിക്കുന്നല്ലോ, അതിനുള്ള ഉത്തരം എവിടെ? പല കാര്യങ്ങളും വൈകുന്നു, സർക്കാർ സഹായം വൈകുന്നു, വിവേചനമായി പെരുമാറുന്നു, സർക്കാർ ഓഫീസിലെ കെടുകാര്യസ്ഥത എന്ന് വേണ്ട അടിസ്ഥാന സൗകര്യത്തിലെ പോരായ്മകൾ, ഇതേക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമില്ല. മറിച്ച് നോൺ ഇഷ്യൂസിനെ ഡിബേറ്റാക്കി മാറ്റിയെടുക്കാൻ LDF കാട്ടിയ ഒരു വ്യഗ്രത, ആ വ്യഗ്രത കേരള ജനത തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഈ ഒരു സ്ത്രീ വിഷയം, ഒരിക്കൽ ചക്ക വീണ് മുയൽ ചത്തു. ഉമ്മൻചാണ്ടിക്കെതിരെ സരിത വിഷയം വലിയ രീതിയിൽ കൊണ്ടുവന്നു. സരിത അല്ലെങ്കിൽ സരിതയുടെ കാര്യം, എത്രയോ പേരുടെ പേരാണ് സരിത വിളിച്ചു പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ ഉൾപ്പെടെ വലിയ ഒരു വില UDF കൊടുക്കേണ്ടി വന്നില്ലേ? അന്ന് പയറ്റിത്തെളിഞ്ഞ തന്ത്രം ഒരു 10 വർഷത്തിന് ശേഷം വീണ്ടും ഏതാണ്ട് സമാനമായ തന്ത്രമാണ് പയറ്റുന്നതെങ്കിൽ കേരളം മാറിയിരിക്കുന്നു, ജനം മാറിയിരിക്കുന്നു. അപ്പോൾ അന്ന് സ്ത്രീ വിഷയത്തിന് ട്രാക്ഷൻ ലഭിച്ചു. അത് മുഖ്യ വിഷയമായിരുന്നു തെരഞ്ഞെടുപ്പിൽ. അതായിരുന്നില്ല വിഷയമാകേണ്ടത്. UDF-ന്റെ നയങ്ങൾ LDF-നെ പ്രോമിസ് ചെയ്യാനുള്ളത് ഇതൊക്കെ തന്നെയാണ് വിഷയമാകേണ്ടത്. പക്ഷേ യഥാർത്ഥ വിഷയത്തിൽ നിന്നും പിന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ അതിൽ കേരള ജനത ഒരു ചിത്രം കണ്ടു. അതുകൊണ്ട് മാറി ചിന്തിച്ച കേരള ജനത ഒരുപക്ഷെ മാറി ചിന്തിക്കുന്നു എന്നതിൻ്റെ ഏർലി സൂചനകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറി ചിന്തിക്കുന്ന ഒരു കേരള ജനത എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഈ മാറി ചിന്തിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ഈ മുന്നണി രാഷ്ട്രീയത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക? ഇപ്പം ജനത മാറി ചിന്തിക്കുന്നു, അതനുസരിച്ച് പാർട്ടികളും മാറുമല്ലോ. കേരളം എന്ന് പറയുന്നത് ഒരു മൾട്ടി കോൺടെസ്റ്റ് ആണല്ലോ. 3 മുന്നണികൾ, ഓരോ മുന്നണിയിലും വിവിധങ്ങളായ പാർട്ടികൾ. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിനെ മാത്രം അവലോകനം, ഈ വീഡിയോയിലെ പ്രധാന ഇതിവൃത്തം ഈ തെരഞ്ഞെടുപ്പിനെ, തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മാത്രം അവലോകനം ചെയ്തുകൊണ്ട് മുന്നണികളുടെ മുന്നോട്ടുള്ള പോക്ക്, പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പരാജയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോക്ക്. NDA കുറിച്ച് ഒരു പരാമർശം നടത്തില്ല. അത് ആ അർത്ഥത്തിൽ ഒരു പൂർണ്ണ മുന്നണിയല്ല. BJP ഓൾ ദ വേ. അവരുടെ തട്ടകങ്ങളിൽ, അവരുടെ ഇടങ്ങളിൽ അവർ സ്വാധീനമുണ്ടാക്കി. പാൻ കേരള അടിസ്ഥാനത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയതുമില്ല, പ്രതീക്ഷിച്ചതുപോലെ വലിയ സ്വാധീനം ഉണ്ടാക്കിയതുമില്ല. പക്ഷേ തിരുവനന്തപുരം ഉൾപ്പെടെ മെച്ചപ്പെട്ട വിജയം കൈവരിച്ചു. അത് BJP-യുടെയാണ്, മുന്നണിയുടേതല്ല. എന്നാൽ കോൺഗ്രസ് ഒറ്റയ്ക്കല്ല. കോൺഗ്രസിനോടൊപ്പം മുസ്ലിം ലീഗുണ്ട്. മുസ്ലിം ലീഗിന്റെ തട്ടകത്തിൽ ഒരു ബ്ലെമിഷും പറ്റിയില്ല. അവരൊന്നിച്ച് വർക്ക് ചെയ്തു. ചില പഞ്ചായത്തുകളിൽ മാത്രം മുസ്ലിം ലീഗ് കോൺഗ്രസ് ചില തർക്കങ്ങളുണ്ടായി. പക്ഷെ അതൊന്നും ഇലക്ട്രൽ പ്രോസ്പെക്റ്റിനെ ബാധിച്ചില്ല. പക്ഷേ LDF-ലെ 2 പ്രമുഖ കക്ഷികൾ CPI ആൻഡ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്,
മറ്റു കക്ഷികളെ ഞാനിപ്പോൾ കാര്യമായി പരിഗണിക്കുന്നില്ല. അവർക്കൊക്കെ നാമമാത്രമായ പിന്തുണ ഏതാനും മേഖലകളിൽ മാത്രമാണ്. ജനതാദളുകൾ, അങ്ങനെയുള്ള കക്ഷികൾ, NCP, കോൺഗ്രസ് എസ്, അങ്ങനെയുള്ള കക്ഷികളെ ഇപ്പോൾ കാര്യമായി പരിഗണിക്കേണ്ട സമയം കളയേണ്ട എന്നതുകൊണ്ടാണ്. പക്ഷേ രണ്ട് പ്രധാന കക്ഷികൾ, രണ്ടാം കക്ഷിയായ CPIയും മൂന്നാം കക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും 3 ജില്ലകൾ പ്രത്യേകമായ ഒരു കേസ് സ്റ്റഡി എന്ന രീതിയിൽ എടുക്കുകയാണ്. ഒന്ന്, കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിൽ UDFന്റെ സംവിധാനം വളരെ ദുർബലമാണ്. UDF ഒരു പ്രതീക്ഷയും ജില്ലാ പഞ്ചായത്തിലാകട്ടെ കൊല്ലം കോർപ്പറേഷനിലാകട്ടെ കാര്യമായ പ്രതീക്ഷകൾ ഇല്ലായിരുന്നു. പക്ഷേ UDFന് അമ്പരപ്പിക്കുന്ന വിജയമാണ് കൊല്ലം കോർപ്പറേഷനിൽ ലഭിച്ചത്. അവിടെ BJPക്കും കാര്യമായ മുന്നോക്കം ലഭിച്ചു. ചില LDF വോട്ടുകൾ BJPയിലേക്ക് ഒഴുകുന്നു എന്നതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായ സ്ഥിരീകരണം അതാകുന്നു. അതുപോലെ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുന്നു, ഭരണത്തിലേക്ക് എത്തുന്നു. കൊല്ലം മറ്റുള്ള ഭാഗത്തിൽ LDF ക്ലൗട്ട് നിലനിർത്തി. പക്ഷേ CPIയുടെ വലിയ ഒരു തട്ടകമാണ് കൊല്ലം ജില്ല എന്ന് ഓർക്കണം. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വേണ്ട പ്രഭാവം CPIക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്തും അതുതന്നെയാണ് സംഭവിച്ചത്. ഏതാണ്ട് 17ഓളം ജില്ലാ പഞ്ചായത്തിന് 17ഓളം ഡിവിഷനുകൾ കോർപ്പറേഷനിൽ മത്സരിച്ച് കേവലം 3 മാത്രമാണ് CPIക്ക് വിജയിച്ചു വരാൻ പറ്റിയത്. അപ്പം വലിയേട്ടനായി CPM തിളങ്ങി നിൽക്കുമ്പോഴും ചെറിയേട്ടൻ CPIക്ക് കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിയുന്നില്ല. ഒരു ജൂനിയർ പാർട്ണറായി തീരെ ചുരുങ്ങിപ്പോകുന്നു CPIയിൽ നിന്നും വൻതോതിൽ ആളുകൾ പൊഴിഞ്ഞു പോകുന്നു മറ്റു പാർട്ടികളിലേക്ക്, CPMലേക്ക് ഒഴുകുന്നു, മറ്റു പാർട്ടികളിലേക്ക് ഒഴുകുന്നു. CPI ഒരു വിമർശനത്തിന് സ്വരമുയർത്തുന്നു, അണികളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു, പ്രത്യയശാസ്ത്രപരമായി മേനിനടിക്കുന്നു, CPMനെ കഠിനമായി വിമർശിക്കുന്നു, തങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ക്ലെയിം ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും തന്നെ കേരളത്തിലെ ജനത, കൊല്ലം ജില്ലയിലെ ജനത ആ രൂപത്തിൽ കേട്ടതായി തെളിവില്ല. RSPകൾ, ചെറിയ കോവൂർ കുഞ്ഞുമോൻ്റെയൊക്കെ RSP ഇപ്പോൾ ഭരണപക്ഷത്തോടൊപ്പമാണ്, LDFനോടൊപ്പമാണ്. കാര്യമായ ഒരു ചലനം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ RSPക്ക് എന്തെങ്കിലും, ഈ CPMനോടൊപ്പം നിൽക്കുന്ന RSPക്ക് എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് കൊല്ലം കോർപ്പറേഷനിലാണ്. അവിടെ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. എന്നാൽ UDFനോടൊപ്പം നിൽക്കുന്ന NK പ്രേമചന്ദ്രൻ്റെ RSP, ഷിബു ബേബി ജോണിൻ്റെ RSP അതത് മേഖലയിൽ സാമാന്യം ശക്തമായ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. അതുകൊണ്ട് UDF ബാൻഡ് വാഗൺ സാമാന്യം തരക്കേടില്ലാതെ കൊല്ലത്ത് ഉരുളുന്നു എന്ന് കാണാം. അതുപോലെ മറ്റൊരു ജില്ലയാണ്, CPIയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്, മറ്റൊരു CPIയുടെ തട്ടകമാണ് തൃശ്ശൂർ. എന്താ സംഭവിച്ചത്? തൃശ്ശൂർ കോർപ്പറേഷനിൽ 8 നിലയിൽ LDF പൊട്ടുകയാണ്. CPIക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്, CPMന് നഷ്ടമുണ്ടായി. അവിടെയും CPIയുടെ അടിത്തറയാണ് മാറുന്നത്. അവിടെ CPIക്ക് മറ്റ് ഓപ്ഷൻസ് ഇല്ല, ഇടതുപക്ഷത്തോടൊപ്പം നിന്നെങ്കിലേ പറ്റൂ. അതുകൊണ്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ഷെയറിംഗ് ടോക്കുകൾ വരുമ്പോൾ CPIയോട് CPM പറയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിങ്ങളൊന്ന് ക്ഷമിക്കണം, 2-3 സീറ്റുകൾ ഞങ്ങൾ ഇങ്ങ് കൂടുതലായി എടുക്കുകയാണ്. മറുത്തു പറയാനുള്ള ആരോഗ്യം തദ്ദേശത്തിൻ്റെ കണക്കുകൾ അനുസരിച്ച് CPIക്ക് ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. അതൊരു വലിയ പ്രതിബന്ധമാണ്. മുന്നണി രാഷ്ട്രീയത്തിൽ CPI മാറി ചിന്തിക്കുമെന്നൊന്നും കരുതുന്നില്ല. UDFലേക്ക് നാളെ പോകും എന്നൊന്നും പറയാനുള്ള മൗഢ്യം എനിക്കില്ല. എന്നാൽ കേരള കോൺഗ്രസ് മാണിയെക്കുറിച്ച് അങ്ങനെ അല്ല എൻ്റെ ചിന്ത. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് പ്രാധാന്യമുള്ള പ്രധാന ജില്ല കോട്ടയമാണ്, പിന്നീട് ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾ. അവിടെയാണ് UDF കയറി ഇറങ്ങി നിരങ്ങിയത്. വൻ വിജയമാണ് മധ്യ കേരളത്തിൽ, മധ്യ തിരുവിതാംകൂർ എന്നൊക്കെ പറയുന്ന മധ്യ കേരളത്തിൽ LDFന്റെ കയ്യിൽ നിന്നും 3 ജില്ലാ പഞ്ചായത്തുകളും വൻപൻ ഭൂരിപക്ഷത്തിൽ UDF പിടിച്ചിരിക്കുകയാണ്. അവിടെ ജോസഫ് ഗ്രൂപ്പാണ് UDFന്റെ പങ്കാളി. ജോസഫ് ഗ്രൂപ്പിന് 358ഓളം വാർഡുകൾ ലഭിച്ചു, പഞ്ചായത്തിലും നഗരസഭയിലും എല്ലാം ചേർത്തുകൊണ്ട്. അതേസമയം കഴിഞ്ഞ പ്രാവശ്യം 350-ൽ പരം സീറ്റുകൾ ഉണ്ടായിരുന്ന മാണി വിഭാഗം 240 ചില്ലുവാനം സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ഈ ജില്ലകളിൽ LDFനോടൊപ്പം നിന്ന മാണി വിഭാഗം, ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവായിരുന്നു. കോട്ടയത്ത് അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. കോട്ടയം നഗരസഭ നഷ്ടപ്പെട്ടിരിക്കുന്നു. കോട്ടയം പാല നഗരസഭ LDF ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയൊക്കെ ആയി. പക്ഷേ 3 പേർ, ബിനു പുളിക്കക്കണ്ടവും അദ്ദേഹത്തിൻ്റെ ബ്രദറും മകളും ചേർന്ന 3 പേർ, അവർ LDFനോടൊപ്പം നിൽക്കില്ല എങ്കിൽ LDFന് ഭരണം സ്വാഹ. അതുകൊണ്ട് അവിടെ ഒരു UDFന്റെ ചെയർമാൻ കാൻഡിഡേറ്റ് അവിടെ വരികയാണ്. അപ്പം ആ രീതിയിലേക്ക് പാല എന്ന സ്വന്തം തട്ടകം ഒലിച്ചു പോകുമ്പോൾ ജോസ് കെ മാണി ഇപ്പോൾ പറയുന്നു തങ്ങളുടെ ക്ലൗട്ട് നിലനിർത്തി ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ തങ്ങൾക്ക് അനുവദിച്ചമായ സീറ്റുകളിൽ സാമാന്യം തിരക്കില്ലാത്ത പ്രകടനം നടത്തി എന്ന് ഒഴുക്കൻ മട്ടിൽ പറയുന്നതല്ലാതെ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കുമ്പോൾ LDFനോടൊപ്പം നിൽക്കുന്നത് ഇനിയും എത്രത്തോളം ബുദ്ധിയാണ്. ഇനി അടുത്ത പ്രാവശ്യം പ്രതിപക്ഷത്തിരിക്കാൻ അവർ തയ്യാറാവുമോ? ഒരു മന്ത്രിസ്ഥാനം എന്താ പൊളിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട്
ഒരുപക്ഷെ UDF വെച്ച് നീട്ടുന്നത് ഇപ്പോൾ തന്നെ ക്ഷണമുണ്ട്. അത് ഇപ്പോൾ വളരെ ചെറുതായി പറയുന്നു. LDFിനുള്ളിലുള്ള കേരള കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലാതെ പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലും കോട്ടയം ജില്ലയിലും UDFന് ജയിച്ചു വരാമെങ്കിൽ എന്തിനു പിന്നെ മാണി ഗ്രൂപ്പിനെ കൈക്കൊള്ളണം? ഇത് ചോദിക്കാൻ സാധ്യതയുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ്. അവർക്ക് ലഭിക്കാവുന്ന സീറ്റുകളുടെ എണ്ണം കുറയും വീതം വെച്ച് പോയി കഴിഞ്ഞാൽ. പക്ഷേ കോൺഗ്രസ് ഒരുപക്ഷെ മഹാമനസ്കത കാട്ടിയേക്കാം. ഒരു ഒലിവ് ബ്രാഞ്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നേരെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നേരെ നീട്ടിയേക്കാം. വരുന്നോ തങ്ങളോടൊപ്പം? പക്ഷേ നിങ്ങൾക്കധികം ബാർഗൻ ചെയ്യാനൊന്നും പറ്റില്ല. ഞങ്ങൾ ഇത്ര സീറ്റ് നൽകും. കാരണം ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കേണ്ടതുണ്ടല്ലോ, മാണി ഗ്രൂപ്പിന് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ മത്സരിക്കുന്നത് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തെ 12 സീറ്റിൽ മത്സരിക്കുന്നു. ജോസഫ് ഗ്രൂപ്പ് UDFിൽ നിന്നുകൊണ്ട് 10 സീറ്റിൽ മത്സരിച്ച് 2 സീറ്റിൽ ജയിച്ചു. ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് 12 സീറ്റിൽ മത്സരിച്ച് 5 സീറ്റിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജയിച്ചത്. അപ്പോൾ 12ഉം 10ഉം 22 സീറ്റുകളൊന്നും നൽകാനുള്ള വലിപ്പം UDFിന് ഇല്ല. അതുകൊണ്ട് ഒരു 10ഓ 12ഓ സീറ്റ് അങ്ങോട്ട് തരും, 2 പേർ കൂടെ ചേർത്ത് നിങ്ങളത് വീതം വെച്ചെടുത്തോണം എന്ന് UDF പറഞ്ഞാൽ അതെങ്കിൽ അത് പിന്നെ ഒന്ന് വിലപേശി 1ഓ 2ഓ സീറ്റും കൂടി ചേർത്ത് വാങ്ങാം, 10ഓ 15ഓ സീറ്റ് വാങ്ങാം എന്നാണ് ചിന്ത എങ്കിൽ ഒരുപക്ഷെ അതൊരു ഡീലായി മാറാം. ഇപ്പോൾ ഏർലി കാര്യമാണ് ഇത്, നമുക്ക് നിശ്ചയമുള്ള കാര്യങ്ങളല്ല, സംഭവിക്കാനുള്ള ലോജിക്കലി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഒരു കാരണവശാലും LDFിലേക്ക് ജോസഫ് ഗ്രൂപ്പ് പോകാൻ സാധ്യതയില്ല. പക്ഷേ മാണി ഗ്രൂപ്പ് UDFിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനുമില്ല. അങ്ങനെ മുന്നണിയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ബാക്കി പത്രം അതാവുമോ? മുന്നണിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ? ഇടതുപക്ഷത്ത് നിൽക്കുന്ന ചെറിയ കക്ഷികൾ, ജനതാദൾ ഉൾപ്പെടെയുള്ള കക്ഷികൾ, പല വിഭാഗങ്ങളുണ്ടല്ലോ, RJD ഉണ്ട്, ജനതാദൾ സിക്കിളുണ്ട്, ഇതൊക്കെ UDFിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളല്ലേ അവരൊക്കെ? അല്ലെ, ജനതാദൾ സെക്യുലറിനെ കുറിച്ച് പറയാൻ നോക്കില്ല, അത് ദേവഗൌഡയുടെ പാർട്ടിയാണ്, അത് NDAയിലാണ്. കേരളത്തിലെ വിഭാഗം മാത്രം LDFിനോടൊപ്പം നിൽക്കുന്നു. ഇവരൊക്കെ ഒരു പുനർവിചിന്തനം നടത്തി UDFിന്റെ ഭാഗമായി ഒരു മന്ത്രിസ്ഥാനമെങ്കിലും കിട്ടുമെങ്കിൽ നല്ലത്. കാരണം UDF ഭരിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി ജനിപ്പിക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണമായി എങ്കിൽ ഒരു പക്ഷേ LDFിന്റെ കക്ഷികൾ ഇപ്പോൾ 10-14 കക്ഷികളാണുള്ളത്. അതിൽ നിയമസഭാ സാമാജികത്വമുള്ള 11 കക്ഷികളുണ്ട്. പലതും 1-2 സീറ്റുകൾ മാത്രമുള്ള കക്ഷികളാണ്. അതിൽ പ്രധാനപ്പെട്ട കക്ഷികളെ ഒഴിവാക്കി നിർത്തിയാൽ കേരള കോൺഗ്രസ്, മാണി ഗ്രൂപ്പ്, CPI, CPM ഇത് മാറ്റി നിർത്തിയാൽ മറ്റനേക കൊച്ചു കക്ഷികളുണ്ട്. അവർക്ക് മാറി ചിന്തിച്ചു കൂടായികയില്ല. അവരുടേതായ തട്ടകങ്ങളിൽ അവരും വരും. ഈ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന 4 കക്ഷികളെ ഉള്ളൂ പ്രധാനമായ സീറ്റുകൾ ഉള്ളത്. അത് മുസ്ലിം ലീഗാണ് പ്രധാന കക്ഷി, അവരുടെ പ്രഭാവം കൂടിയിട്ടുണ്ട്. പിന്നീട് ഉള്ള കക്ഷി ജോസഫ് ഗ്രൂപ്പാണ്. പിന്നീടുള്ള ചെറിയ കക്ഷികളാണ് RSP, അതുപോലെ കൊച്ചു കക്ഷികൾ. അങ്ങനെയുള്ള കക്ഷികൾക്ക് UDFിന് വലിയ സീറ്റുകൾ കൊടുക്കേണ്ടി വരില്ല. അങ്ങനെയെങ്കിൽ UDF വഞ്ചിയിൽ LDFിൽ നിന്നും കടന്നു വരുന്ന മാണി ഗ്രൂപ്പിന് കടന്നു വരാൻ സാധ്യതയുള്ള മാണി ഗ്രൂപ്പിന് ഇടമുണ്ടാകുമോ? ഈ ചർച്ച ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. എന്ത് സംഭവിച്ചാലും ശരി, ചർച്ചകളെ നമുക്ക് തടയാനാവില്ല. അതുകൊണ്ട് മുന്നണി രാഷ്ട്രീയത്തിൽ മാറ്റം മറിച്ചിലുകൾ, കാര്യമായ പൊളിച്ചെടുത്തലുകൾ നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാതെയാണ് ഈ റിസൾട്ട് അനാലിസിസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് 2 കാര്യങ്ങൾ. ഒന്ന്, നെഗറ്റിവിസ്റ്റ് അജണ്ട, നെഗറ്റിവിസ്റ്റ് ക്യാമ്പയിൻ അതിനി ചെലവാകില്ല എന്ന് കേരള സമൂഹം തിരിച്ചറിഞ്ഞു, വിധിയെഴുതി. 2, മുന്നണി രാഷ്ട്രീയത്തിലെ മാറ്റം മറിച്ചിലുകൾക്ക് നന്ദി കുറിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അതിനുള്ള സാധ്യത ഓപ്പണാക്കിയിട്ടുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്നത്. താങ്ക് യു.